ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Zehens വേൾഡ്. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടുള്ള വീഡിയോ ആണ്. ഇത് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എലൈറ്റിൻ്റെ സാൻഡ്വിച്ച് ബ്രെഡാണ്. ഏത് ബ്രെഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ്. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സവാള വേണം. ഞാനൊരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളിയാണ്. ഞാനൊരു ചെറിയ തക്കാളി ഇതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളി ഓപ്ഷനിലാണ് കേട്ടോ. ഇനിയിപ്പോൾ തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ പകരം ക്യാപ്സിക്കോ, ക്യാബേജോ ഒക്കെ ഉപയോഗിക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് പച്ചമുളകാണ്. ഞാനിവിടെ 3 പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ബട്ടർ ആവശ്യമാണ്, അതേപോലെ തന്നെ ചീസും ആവശ്യമാണ്. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ സോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചീസും. പിന്നെ നമുക്കൊരു പിഞ്ച് കുരുമുളക് വേണം. ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ആവശ്യമാണ്. അപ്പോൾ ബ്രെഡ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സെൻറ്റർ പോർഷൻ ഇതുപോലെ നീക്കി വെച്ചിട്ട് നമ്മൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് മിക്സ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ മുട്ടയിലേക്ക് സവാള ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളതിലോട്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുരുമുളക് കുറച്ച് മതി. ഇനിയിപ്പോൾ കുരുമുളക് പൊടി മതി, പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് പച്ചമുളക് സ്കിപ്പ് ചെയ്ത് കുരുമുളക് മാത്രമായിട്ടും ഇടാം. അതിനുശേഷം നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ല പോലെ നമുക്ക് ഈ മിക്സ് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് നമ്മുടെ മിക്സിങ് റെഡിയാക്കുക. മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാൻ ലോ ഫ്ലെയിമിലായിട്ട് വെക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ബട്ടർ നല്ല പോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ ഈ ഒരു പീസ് ചെറുതായിട്ട് നമ്മളാക്കിയ പീസ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് നമ്മുടെ മിക്സ് ഒരു ചെറിയ കപ്പിലാക്കിയിട്ട് ആ ഒരു മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മുഴുവനായിട്ടുള്ള പാത്രത്തിലാകുമ്പോൾ ചിലപ്പോൾ കൂടിയും ഒക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മുടെ ചീസ് വെച്ച് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ നേരത്തെ നീക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിലോട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ സെൻറ്റർ പോർഷൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ബ്രെഡിൻ്റെ, അപ്പോൾ അതും കൂടി ഒന്ന് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലും നമ്മുടെ മിക്സ് ഒഴിക്കാം കേട്ടോ. അതൊക്കെ ഓപ്ഷണലാണ്, അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യുക. ഇനി അതേപോലെ തന്നെ തൊട്ടടുത്ത ബ്രെഡും കൂടെ ഇതുപോലെ ചീസ് മുകളിൽ വെച്ച് ജസ്റ്റ് നമ്മുടെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് സെൻറ്റർ പോർഷൻ കൂടി ഒന്ന് വെച്ച് ജസ്റ്റ് ഇതുപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നല്ല പോലെ ഇതൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ടാവും, ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ടാവും അപ്പുറത്തെ സൈഡ്. ശേഷം നമുക്കപ്പോൾ എന്ത് ചെയ്യാം, ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല പോലെ ലോ ഫ്ലെയിമിൽ വെക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമുക്ക് അപ്പുറത്തോട്ട് മറിച്ചിടാം. നമ്മുടെ ഈ ഒരു സൈഡ് കൂടി ഒന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.